Hi friends, welcome to Techie Space Malayalam. Channel ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നമ്മളെല്ലാ ആഴ്ചയും പുതിയ ഗെയിമുകൾ നമ്മുടെ ചാനലിൽ നടത്തുന്നുണ്ട്. അതിലൊക്കെ പങ്കെടുത്ത് നിങ്ങൾക്ക് സമ്മാനങ്ങൾ നേടാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Redmi Note 9 Proയുടെ ക്യാമറ പെർഫോമൻസ് ആണ്. നമ്മൾ ഒരുപാട് സാമ്പിൾ ഇമേജസ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഡൈലൈറ്റ് കണ്ടീഷനിലും ലോ ലൈറ്റ് കണ്ടീഷനിലൊക്കെ ഒരുപാട് സാമ്പിൾ ഇമേജസ് ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. നല്ല വീഡിയോ കാര്യമൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ടോട്ടൽ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. Redmi Note 9 Proയിൽ റിയർ ക്യാമറ ക്വാഡ് ക്യാമറയാണ് വരുന്നത്. 58 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറ, 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ്, 5 മെഗാ പിക്സലിൻ്റെ മാക്രോ ലെൻസ്, 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസറും ചേർന്നാണ് ക്വാഡ് ക്യാമറ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറ നമുക്ക് 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. ഇൻബിൽട്ട് ക്യാമറ ആപ്ലിക്കേഷനിൽ തന്നെ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. സ്ലോ മോഷൻ മോഡ്, ഷോർട്ട് വീഡിയോ മോഡ്, ഫോട്ടോ മോഡ്, 48 മെഗാ പിക്സൽ മോഡ്, പോർട്രേറ്റ് മോഡ്, നൈറ്റ് മോഡ്, പനോരമ, പ്രോ മോഡ്. നമുക്ക് അൾട്രാ വൈഡ് ആംഗിൾ ഓപ്ഷനും നമുക്ക് Redmi Note 9 Proയിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് ഫോട്ടോ മോഡ്, വീഡിയോ മോഡ് ഒക്കെ അവൈലബിൾ ആണ്. ഇൻബിൽട്ട് ക്യാമറ ആപ്ലിക്കേഷനിൽ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്തും സ്ലോ മോഷൻ വീഡിയോ എടുക്കാനായിട്ട് സാധിക്കും. നമുക്ക് റിയർ ക്യാമറയിൽ 4K 180p 720p വീഡിയോസ് നമുക്ക് 30 ഫ്രെയിം പെർ സെക്കൻഡിൽ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ 60 ഫ്രെയിം ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ 180p 720p വീഡിയോ ആയിട്ടാണ് നമുക്ക് റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളത്. 4K വീഡിയോ നമുക്ക് 60 ഫ്രെയിം പെർ സെക്കൻഡിൽ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ അല്ല. നമുക്ക് ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്ത് 180p വീഡിയോ 720p വീഡിയോ 30 ഫ്രെയിം പെർ സെക്കൻഡിൽ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് 60 ഫ്രെയിം പെർ സെക്കൻഡ് ഓപ്ഷൻ ഒന്നുമില്ല. അതുപോലെ തന്നെ 4K വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷനും നമുക്ക് ഫ്രണ്ട് ക്യാമറയിൽ അവൈലബിൾ അല്ല. നമുക്ക് ഡൈലൈറ്റ് കണ്ടീഷനിലും ലോ ലൈറ്റ് കണ്ടീഷനിലൊക്കെ ഒരുപാട് ഇമേജ് സാമ്പിൾസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വീഡിയോ ഫ്രണ്ട് ക്യാമറ റിയർ ക്യാമറ യൂസ് ചെയ്തിട്ട് നമ്മൾ വീഡിയോ സാമ്പിൾസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ സാമ്പിൾസ് ഇമേജസും വീഡിയോസൊക്കെ കണ്ട് എങ്ങനെയാണ് റിസൾട്ട്, എത്ര പെർഫോമൻസ് ക്യാമറ പെർഫോമൻസ് ഉണ്ട് എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടു നോക്കാം. നമുക്ക് Redmi Note 9 Proയിൽ റിയർ ക്യാമറയിൽ വളരെ നല്ല ക്വാളിറ്റി ഉള്ള ഇമേജസ് ആണ് എടുക്കാനായിട്ട് സാധിച്ചിരിക്കുന്നത്. നല്ല കളർ ഡെപ്തോട് കൂടി തന്നെ നമുക്ക് ഇമേജസൊക്കെ പ്രോസസ്സ് ചെയ്ത് കിട്ടുന്നുണ്ട്. നല്ല ലൈറ്റിങ്ങും നല്ല സാച്ചുറേഷനോട് കൂടിയിട്ടുള്ള ഇമേജസാണ് നമുക്ക് റിയർ ക്യാമറയിൽ എടുക്കാനായിട്ട് സാധിക്കുന്നത്. നമുക്കിനി ഇമേജ് ഒന്ന് സൂം ചെയ്ത് നോക്കാം. നമുക്ക് സൂം ചെയ്ത് നോക്കിയാലും നല്ല ക്വാളിറ്റി ഉള്ള ഇമേജാണ് Redmi Note 9 Proയിൽ നമുക്ക് റിയർ ക്യാമറയിൽ ലഭിക്കുന്നത്. ആവശ്യത്തിന് സ്റ്റെബിലൈസേഷനോട് കൂടി തന്നെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇമേജസ് ആണ് നമുക്ക് Redmi Note 9 Proയിൽ ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്ന ഇമേജസ് മുഴുവൻ റിയർ ക്യാമറയിൽ എടുത്ത ഇമേജസ് ആണ്. ഇനി നമുക്ക് പോർട്രേറ്റ് ഇമേജസിലേക്ക് വരാം. പോർട്രേറ്റ് ഇമേജസ് നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നല്ല പോർട്രേറ്റ് ഇമേജുകളാണ് നമുക്ക് Redmi Note 9 Proയിൽ എടുക്കാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു സബ്ജക്റ്റ് വളരെയധികം ഫോക്കസ് ചെയ്യുന്ന രീതിയിലുള്ള നല്ല പോർട്രേറ്റ് ഇമേജസ് ആണ് നമുക്ക് Redmi Note 9 Proയിൽ എടുക്കാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇനി നമ്മൾ 48 മെഗാ പിക്സൽ എന്നൊരു മോഡുണ്ട്. 48 മെഗാ പിക്സൽ മോഡിലെടുത്ത കുറച്ച് ഇമേജസ് ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇവിടെ നമുക്ക് നല്ലൊരു റിസൾട്ട് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് നോർമൽ മോഡിനേക്കാളും ചെറിയൊരു എൻഹാൻസ്മെൻ്റ് ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുള്ളൂ. നമുക്ക് വളരെ വലിയൊരു വ്യത്യാസം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നില്ല നോർമൽ മോഡും 48 മോഡും തമ്മിൽ. പക്ഷെ എന്നിരുന്നാലും നമുക്ക് ആ ഒരു നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഫൈൻ ഇമേജ് ആണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് HDR മോഡിലെടുത്ത കുറച്ച് ഇമേജ് സാമ്പിൾസ് ആണ്. ഇവിടെ നമുക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കളർ ബ്രൈറ്റ്നസ് ഒക്കെ കൂട്ടിയിട്ടുള്ളൊരു ഇമേജ് ആണ് നമുക്ക് പ്രോസസ്സ് ചെയ്ത് ലഭിക്കുന്നത്. ആ ഒരു ട്രൂ കളർ ഡെപ്തിൽ നിന്ന് അല്പം മാറി ഉള്ളൊരു റിസൾട്ടാണ് നമുക്ക് HDR മോഡിൽ ലഭിക്കുന്നത്. കൂടുതലൊക്കെ ഒരു കളറൊക്കെ കൊടുത്തിട്ടുള്ളൊരു ഇമേജ് പ്രോസസ്സിംഗ് ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും അത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അവർക്ക് നല്ലൊരു ഇമേജ് പ്രോസസ്സിംഗ് ആണ് Redmi Note 9 Proയിൽ ലഭിക്കുന്നത്. HDR മോഡിൽ കൂടുതൽ കളറിങ്ങും കൂടുതൽ കളർ ഡെപ്തോട് കൂടിയിട്ടൊക്കെ ഇമേജ് പ്രോസസ്സ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് വൈഡ് ആംഗിൾ ഇമേജസിലേക്ക് വരാം. നമുക്ക് നോർമൽ ആംഗിളിൽ നിന്നും നമുക്ക് ഒരു ഡബിൾ സ്പേസ് നമുക്ക് ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. വൈഡ് ആംഗിൾ ഓപ്ഷനിൽ നല്ലൊരു റിസൾട്ടാണ് വൈഡ് ആംഗിൾ ഓപ്ഷനിൽ നമുക്ക് ലഭിക്കുന്നത്. നല്ല കളർ ഡെപ്തും നല്ല ഇമേജ് ഒക്കെ തന്നെയാണ് നമുക്ക് വൈഡ് ആംഗിളിലും നമുക്ക് ലഭിക്കുന്നത്. നമുക്ക് 2-3 സാമ്പിൾ കൂടി ഒന്ന് നോക്കാം. വളരെ നല്ലൊരു റിസൾട്ട് തന്നെയാണ് നമുക്ക് വൈഡ് ആംഗിൾ ഓപ്ഷൻ യൂസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് റിയർ ക്യാമറ യൂസ് ചെയ്തെടുത്ത ഒരു വീഡിയോ സാമ്പിളാണ്. ഇവിടെ നമുക്ക് ഒരു എബോവ് എവറേജ് ലെവൽ റിസൾട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഒരു മീഡിയം ഇമേജ് സ്റ്റെബിലൈസേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു വീഡിയോ തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഒരുപാട് നോയ്സി ആയിട്ടുള്ള ഒരു ഫുട്ടേജ് അല്ല നമ്മളിവിടെ കാണുന്നത്. നല്ലൊരു ക്വാളിറ്റി ഉള്ള വീഡിയോ തന്നെയാണ്.
റിയർ ക്യാമറയിലെടുത്ത ഒരു സ്ലോ മോഷൻ വീഡിയോ ആണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. ഇവിടെയും നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെയാണ് റെഡ്മി നോട്ട് 9 പ്രോയിൽ കാണാനായിട്ട് സാധിക്കുന്നത്. നല്ലൊരു സ്മൂത്തായിട്ട് മൂവ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമ്മളിവിടെ കാണുന്നത്. ഇനി നമുക്ക് ഫ്രണ്ട് ക്യാമറയിലേക്ക് വരാം. ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് നല്ല റിസൾട്ട് തന്നെയാണ് ലഭിക്കുന്നത്. ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്തെടുത്തൊരു സെൽഫി ഇമേജാണ് നമ്മളിവിടെ കാണുന്നത്. നല്ലൊരു റിസൾട്ട് തന്നെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പോർട്രേറ്റ് മോഡിലാണെങ്കിൽ നമുക്ക് ഫ്രണ്ട് ക്യാമറയിൽ നല്ല റിസൾട്ടുകൾ തന്നെയാണ് ലഭിക്കുന്നത്. തീർച്ചയായിട്ടും സെൽഫി ഫോട്ടോസൊക്കെ എടുക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് റെഡ്മി നോട്ട് 9 പ്രോ. ഇപ്പോൾ നമ്മൾ കാണുന്നത് റെഡ്മി നോട്ട് 9 പ്രോയിലെടുത്ത ഒരു സെൽഫി വീഡിയോ ആണ്. ഇവിടെ നമുക്ക് ഒരു ആവറേജ് റിസൾട്ടാണ് ലഭിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മൾ മറ്റു ഫോണുകളായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ സാംസങ് M31 ആണെങ്കിലും പോക്കോ X2 ആണെങ്കിലും നമുക്ക് ഇതിനേക്കാളും വളരെ ബെറ്റർ ആയിട്ടുള്ളൊരു പെർഫോമൻസ് നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നു. അപ്പോൾ നമുക്ക് ഡയലൈറ്റ് കണ്ടീഷനിൽ ഓൾമോസ്റ്റ് നല്ല ഇമേജസ് ആണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നല്ല വീഡിയോ സാമ്പിൾ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ എല്ലാ രീതിയിലുള്ള ഫോട്ടോഗ്രാഫിക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഡിവൈസാണ് റെഡ്മി നോട്ട് 9 പ്രോ. കാരണം അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഉണ്ട്, മാക്രോ ലെൻസും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പെർഫോമൻസ് നല്ല രീതിയിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ലോ ലൈറ്റ് കണ്ടീഷനിലെ പെർഫോമൻസും കൂടി അറിയേണ്ടതുണ്ട്. നമ്മൾ ലോ ലൈറ്റ് കണ്ടീഷനിലും നമ്മൾ കുറേ സാമ്പിൾസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പോകാം. റിയർ ക്യാമറ യൂസ് ചെയ്ത് ലോ ലൈറ്റ് കണ്ടീഷനിൽ എടുത്ത ഒരു ഇമേജ് സാമ്പിളാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. ഇവിടെ നമുക്കൊരു എബോവ് ആവറേജ് ലെവൽ റിസൾട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നൈറ്റ് മോഡിലും നല്ല ഇമേജസ് തന്നെയാണ് റെഡ്മി നോട്ട് 9 പ്രോയിൽ ലഭിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ലോ ലൈറ്റ് കണ്ടീഷനിൽ റെഡ്മി നോട്ട് 9 പ്രോയിൽ റിയർ ക്യാമറ യൂസ് ചെയ്തെടുത്തൊരു വീഡിയോ സാമ്പിളാണ്. ഇവിടെ നമുക്കൊരു എബോവ് ആവറേജ് റിസൾട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത് ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്തെടുത്തൊരു സെൽഫി ഇമേജ് ആണ്. ഇവിടെയും നമുക്കൊരു ആവറേജ് റിസൾട്ടാണ് ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ലോ ലൈറ്റ് കണ്ടീഷനിൽ ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്തെടുത്തൊരു സെൽഫി വീഡിയോ ആണ്. ഇവിടെയും നമുക്കൊരു ഏകദേശം നല്ല റിസൾട്ടാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ ഒരു നല്ലൊരു ക്യാമറ പെർഫോമൻസ് ആണ് നമുക്ക് റെഡ്മി നോട്ട് 9 പ്രോയിൽ കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ ഈ ഒരു റേഞ്ചിൽ, അതായത് ഒരു 12 രൂപ 16 രൂപയുടെ ഇടയിൽ നമുക്ക് മറ്റു ഫോണുകളും അവൈലബിൾ ആണ്. നമുക്ക് റിയൽമി 6 ആണെങ്കിലും റിയൽമി 6 പ്രോ ആണെങ്കിലും സാംസങ് M31 ഒക്കെ നല്ല പെർഫോമൻസ് തരുന്ന ഡിവൈസുകളാണ്. അപ്പോൾ ആ ഒരു സെഗ്മെൻറ്റിൽ തന്നെയാണ് ഈ ഒരു ഫോണും വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഫോൺ ക്യാമറ വൈസ് അതിൻ്റെ ഒപ്പം തന്നെ നിൽക്കാവുന്ന ഡിവൈസുകളാണ്. പക്ഷേ റിയൽമി 6 പ്രോയിലും സാംസങ് M31 64 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും ആ ഒരു ബേസിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും ടോപ്പ് ക്യാമറ പെർഫോമൻസ് എന്ന് പറയാനായിട്ട് സാധിക്കുന്നില്ല. എന്നാലും നമുക്ക് ഓൾമോസ്റ്റ് നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് നമുക്ക് റെഡ്മി നോട്ട് 9 പ്രോയിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. എല്ലാ ആഴ്ചയും നടത്തുന്ന ഗിവ്വേകളിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് സമ്മാനങ്ങൾ നേടാം.